وسلم على رسوله الكريم. ബഹുമാനങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതാണ്, വിലപിടിപ്പുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ഓരോ അക്ഷരങ്ങളും നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്ത നിലയിൽ വിലയുള്ളതാണ്, മഹത്വമുള്ളതാണ്. പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, പരിശുദ്ധമായ ദീനിന്റെ ഹിഫാദത്ത്, അതിന്റെ സംരക്ഷണം. രണ്ട്, ഈ മൂല്യവത്തായ പരിശുദ്ധമായ ദീനനുസരിച്ചുള്ള പൂർണ്ണമായ നിലയിലുള്ള ജീവിതം. പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറായി, പക്ഷേ ആ ദീനനുസരിച്ചുള്ള പൂർണ്ണമായ ജീവിതം നമ്മളിൽ വന്നില്ല എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. दूसरी वामिला सालिहा, दो बातें होगी. तीसरी वक़ाल इन्ननी मिनल मुस्लिमीन. ये तीन सिफत आएगी. സംബന്ധിച്ചിടത്തോളം മൂന്ന് ഗുണങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒന്ന്, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അവന്റെ ജോലിയെ ദഅവത്താണ്, അള്ളാഹുവുമായി അള്ളാഹുവിന്റെ ദാസന്മാരെ ബന്ധിപ്പിക്കുക. രണ്ടാമത്തേത് വഅമില സാലിഹൻ, ഇതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് അവൻ തെളിയിക്കണം. അഥവാ തന്റെ പ്രബോധനം മുഴുവൻ തന്റെ പ്രായോഗിക ജീവിതത്തിലുണ്ടാവണം. അത് മാത്രം പോരാ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ രണ്ട് ജോലികളും വളരെ തവാളുറോടുകൂടി, വളരെ വിനയത്തോടുകൂടി ചെയ്യണം. ഈ നിലയിലുള്ള വളരെ സുപ്രധാനമായ മൂന്ന് ഗുണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വിളിച്ചറിയിക്കുകയാണ്. പ്രധാനമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഉത്തരവാദിത്വത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി. നമ്മളുടെ ഒരു ജോലി നന്നായി നമ്മൾ നിർവഹിച്ചു, നമ്മളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ജനങ്ങളെ അള്ളാഹുവിലേക്ക് നമ്മൾ ദഅവത്ത് ചെയ്തു. പക്ഷെ ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലില്ല എങ്കിൽ നമ്മൾ ഏതൊരു ജനങ്ങളെ എന്തിലേക്ക് പ്രബോധനം ചെയ്തോ അതിന് യാതൊരു പ്രതിഫലനവും ഉണ്ടാവുകയില്ല, യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന വസ്തുത വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കൊണ്ട് മാത്രം, പ്രബോധനങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന വസ്തുത നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. വെറും ബയാൻ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയുകയില്ല. നമ്മള് കിതാബുകളിലൂടെ മഹാനവറുകൾ പറയുകയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, ശൈത്താനെ സംബന്ധിച്ചിടത്തോളം 20,000 വർഷം മലക്കുകൾക്ക് ഈമാനെ കുറിച്ച് ബയാൻ ചെയ്തുകൊണ്ടിരുന്നു. 20,000 വർഷം. പക്ഷേ ഈ പരിശ്രമം, ഈ പ്രബോധനം ഇബ്ലീസിനൊരു ഫലവും ചെയ്തില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ദിഹ്നിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ബയാൻ കൊണ്ട് മാത്രം, ഉപദേശം കൊണ്ട് മാത്രം, പ്രബോധനം കൊണ്ട് മാത്രം ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അതുവഴി മാത്രം നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. മാത്രം പ്രബോധനം കൊണ്ട് മാത്രം, ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം അയാൾ നല്ലവൻ എന്ന് പറയാൻ കഴിയില്ല. സ്വന്തമായ നിലയിൽ ദീനുണ്ടാവണം, ദീനനുസരിച്ചുള്ള ജീവിതം സ്വന്തമായി ഉണ്ടാവണം. അപ്പോഴാണ് നന്നാകുന്നത്. ബുഖാരി ശരീഫിലൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഇബ്ലീസ് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ കാര്യം വ്യക്തമാക്കി. ഇബ്ലീസാണ് പഠിപ്പിച്ചത്. പക്ഷേ ഇബ്ലീസ് ആ കാര്യം പഠിപ്പിച്ചു എന്നതുകൊണ്ട് ഇബ്ലീസിന് ഒരു നിലയിലുള്ള നേട്ടവുമില്ല, പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും നിലയിലുള്ള നല്ല അവസ്ഥകളില്ല. അതുകൊണ്ട് നല്ലത് എന്ന് പറയണമെങ്കിൽ, മെച്ചമായി എന്ന് പറയണമെങ്കിൽ, നമ്മളുടെ അധ്യാപനങ്ങൾക്കുപരി, നമ്മൾ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി പൂർണ്ണമായ നിലയിലുള്ള ദീൻ നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ നന്നായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ മജ്മഅാണ്. ആലിമീങ്ങളുടെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയൊരു സംഘമാണ്. ഈ കേരളത്തിന്റെ ദീനിയായ അവസ്ഥകളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നമ്മൾ മതി ഈ കാര്യം ദീനിൽ വെച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയം തുറക്കുക എന്നതാണ്, ഹൃദയം വിശാലമാവുക എന്നതാണ്.
ഹൃദയത്തിന്റെ ബന്ധം അള്ളാഹുമായിട്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ആ നിലയിൽ നമ്മളുടെ ഹൃദയം തുറന്നു, ഹൃദയം വിശാലമായി നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് അത്യാഗ്രഹമുണ്ടായി, തീർച്ചയായും നമ്മൾ ജീവിക്കുന്ന സ്ഥലം പ്രശ്നമല്ല. നമ്മൾ എവിടെ ജീവിച്ചാലും, കാട്ടിൽ ജീവിച്ചാലും, വെള്ളത്തിൽ ജീവിച്ചാലും, കരയിൽ ജീവിച്ചാലും, പട്ടണത്തിൽ ജീവിച്ചാലും, ഗ്രാമത്തിൽ ജീവിച്ചാലും, നമ്മൾ എവിടെ ജീവിച്ചാലും തീർച്ചയായും അള്ളാഹുവിനെ നമുക്ക് കിട്ടും. അഥവാ നമ്മളുടെ ഹൃദയം തുറന്നില്ല, ആ നിലയിൽ നമുക്ക് തലവുണ്ടായില്ല, നമ്മളുടെ ഹൃദയം അടഞ്ഞു കിടന്നു, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ഉള്ളിലാണെങ്കിൽ പോലും നമ്മൾക്ക് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധ്യമല്ല, നമുക്ക് അള്ളാഹുവിനെ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണെന്നുള്ളത് പ്രശ്നമല്ല, നമ്മൾക്ക് നമ്മളുടെ ഹൃദയങ്ങൾ തുറന്ന് നമ്മളുടെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം യാഥാർത്ഥ്യമാക്കി അള്ളാഹുവിനെ നമ്മൾക്ക് കരസ്ഥമാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് മദ്രസകളിൽ താമസിച്ചു, പള്ളികളിൽ താമസിച്ചു, കിതാബുകൾ ഓതിക്കൊടുത്തു, ജനങ്ങളോട് നന്നായി വാളുകൾ പറഞ്ഞു. പക്ഷേ നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ പ്രാപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ ഓരോ ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റിരിക്കുന്നവരാണ്. ചിലർ മദ്രസകൾ നടത്തുന്നവരാണ്, ചിലർ അതിന്റെ ഇഹ്തിമാവുമായി ബന്ധപ്പെടുന്നവരാണ്, ചിലവരുടെ മുദരിസ്യങ്ങളാണ്, ചിലർ പള്ളികളിൽ ഇമാമത്തുകൾ നിർവഹിക്കുന്നവരാണ്. ഇങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ തലയിലേറ്റിയിട്ടുണ്ട്. നമ്മൾ മഹാനവറുകൾ പറയാണ്, മുഴുവൻ കേരളക്കാരും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. ലോകത്തെപ്പറ്റി ചിന്തിക്കേണ്ട സമൂഹമാണ് നമ്മൾ. പക്ഷെ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വീട്ടിൽ നിന്ന്, നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മളുടെ നാടുകളിൽ നമ്മൾക്ക് ആരംഭിക്കാം. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ കേരളക്കാരായ മുഴുവൻ ആളുകളും നമ്മളെ പ്രതി ചേർക്കാൻ പറ്റിയവരാണ് നമ്മൾ. ആ നിലയിൽ ദീനിന്റെ ഇൽമുമായിട്ടുള്ള ബന്ധം അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്ഥാപനങ്ങളുമായി, പള്ളികളുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവുമായി ആളുകളെ അടുപ്പിക്കുന്നതിന് ഏതെങ്കിലും ഒരു വഴി മുത്തഅയ്യനല്ല, ഇന്ന വഴി അത് മാത്രമേ ജനങ്ങളെ അള്ളാഹുവുമായിട്ട് അടുപ്പിക്കാനുള്ളൂ എന്ന ധാരണ തെറ്റാണ്. ഒരു ഭാഗത്ത് തബ്ലീഗിന്റെയും ദഅവത്തിന്റെയും വഴിയുണ്ട്, അതിലൂടെ നമുക്ക് അടുപ്പിക്കാം. മറുഭാഗത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നസീഹത്തിന്റെയും വാദുകളുടെയും വഴികളുണ്ട്, ആ വഴികളിലൂടെ നമുക്കും ആളുകളെ അടുപ്പിക്കാം. മറുഭാഗത്ത് ഖാൻഗാഹുകളുണ്ട്, അവിടെ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടിരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും, ദിക്റുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ദിക്റുകൾ വഴിയായി, ഖാൻഗാഹുകൾ വഴിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കും അള്ളാഹുവുമായി ബന്ധപ്പെടാം, ജനങ്ങളെയും അള്ളാഹുവുമായി ബന്ധപ്പെടുത്താം. ഈ നിലയിൽ ജനങ്ങളെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്നതിന് പല നിലയിലുള്ള വഴികളുണ്ട്. ആ വഴികളിൽ ഏതാണോ ഓരോരുത്തരുടെയും അവസ്ഥകൾ പഠിക്കുമ്പോൾ നല്ലത് എന്ന് നമുക്ക് തോന്നുന്നത്, ആ വഴികൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ബന്ധപ്പെടുത്താം, അള്ളാഹുവുമായി നമുക്ക് ബന്ധപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ ഉദ്ദേശം, എനിക്കും അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടാകണം, ഈ ഉമ്മത്തിനും അള്ളാഹുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടാകണം. ആ ബന്ധമുണ്ടാക്കാനുള്ള വഴികൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും അവസ്ഥകൾ മനസ്സിലാക്കി ആ വഴിയിലൂടെ അവരെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരാൾ നമ്മുടെ അടുക്കലേക്ക് വന്നു, അയാൾ പറയാൻ, എനിക്ക് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടണം, അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം. നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം, അതിനുള്ള ഒരു എളുപ്പ വഴി നമ്മുടെ മുമ്പിൽ 4 മാസം ജമാഅത്തിൽ പുറപ്പെടുന്നതാണ്. അയാൾ അതിന് എന്തെങ്കിലും മുദ്രകൾ പറഞ്ഞു, 40 ദിവസത്തേക്ക് തശ്കീൽ ചെയ്യുക. അതിന് മുദ്രകൾ പറഞ്ഞു, കുറഞ്ഞ കൂടിയ കാലയളവിലേക്ക് തശ്കീലുകൾ ചെയ്യുക. അതിനെന്തെങ്കിലും മുദ്രകൾ പറഞ്ഞു. മറ്റൊരു നിലയിൽ ഇയാളുടെ മനസ്സിന് പൊരുത്തമുണ്ടാകത്തക്ക നിലയിൽ, യോജിക്കുന്ന നിലയിൽ കൂടി മറ്റേതെങ്കിലും വഴികളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തുക, ഒരു അടിമയെ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അമേരിക്കയിൽ മഹാനവറുകൾക്കുണ്ടായ സംഭവം പറഞ്ഞ 3 ആളുകൾ പോയി മൈക്കലിന് ദഅവത്ത് ചെയ്തു. അദ്ദേഹം മുസ്ലിമായി. ഈ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുക. മാർഗങ്ങൾ ഏതായാലും നമ്മളുടെ ലക്ഷ്യം, എനിക്ക് എന്റെ അള്ളാഹുവുമായി അഭേദ്യമായ ബന്ധമുണ്ടാവണം, മുഴുവൻ ആളുകളെയും അള്ളാഹുവുമായി ബന്ധപ്പെടുത്തണം. ഇതായിരിക്കണം ലക്ഷ്യം. വഴികൾ ഭിന്നമായ വഴികൾ, വ്യത്യസ്തമായ വഴികൾ നമുക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നമ്മളുടെ ദിഹ്നിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കാര്യങ്ങൾ ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ദീനില്ലായ്മ ലോകത്ത് നിന്നും ഉച്ചാടനം ചെയ്യപ്പെടുമെന്നുള്ളൊരു സംശയമില്ല. ഒന്ന്,
പള്ളിയിലെ ഇമാം ആ പള്ളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ദീനിയായ അവസ്ഥകളിൽ ഫിക്ർ ചെയ്യുക. തന്റെ മുക്തദി, തന്നെ പിൻപറ്റി നമസ്കരിക്കുന്നവർ, തന്റെ മഹല്ലിലെ ആളുകൾ, അവരിൽ 100% ദീനുണ്ടാകണമെന്നുള്ള ഫിക്ർ ഈ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ നിലയിലുണ്ടായാൽ, നാട്ടിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കുടുംബത്തിന്റെ ഫിക്ർ, എന്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾ നമസ്കരിക്കുന്നവരാകണം, അവരുടെ നമസ്കാരം ഏറ്റവും നന്നാവണം, അവരെ ദീനിയായ നിലയിൽ ജീവിക്കുന്നവരാകണം, ആ ദീനിയായ അവസ്ഥ ഏറ്റവും ഉയരണം. ഈ നിലയിലുള്ള 2 ഫിക്റുകൾ, ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട ഇമാമിന്റെ ഫിക്ർ, ഒന്ന് വീടുമായി ബന്ധപ്പെട്ട ആ വീടിന്റെ ഉത്തരവാദി എന്നുള്ള നിലയിൽ ആ വീടിന്റെ നാഥന്റെ ഫിക്ർ, ഈ നിലയിലായാൽ ലോകത്ത് നിന്ന് ദീനില്ലായ്മ ഉച്ചാരണം ചെയ്യപ്പെടുമെന്നുള്ള വിഷയത്തിൽ സംശയമേ ഇല്ല. വളരെ ഗൗരവമായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദീനിന് വിവിധ ശാഖകളുണ്ട്. ദീനിന്റെ നിലനിൽപ്പിന്, ദീനിന്റെ സംരക്ഷണത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഏർപ്പാടുകളാണ്. അതിന്റെ ഭാഗമായി വരുന്ന ഒരു ശാഖയെയും നമ്മൾ അവമതിക്കാൻ പാടില്ല, അതിനെ സ്ഥാനം കുറച്ച് കാണാൻ പാടില്ല. അങ്ങനെ സ്ഥാനം കുറച്ച് കണ്ടാൽ, ഒന്ന്, നമ്മൾ അള്ളാഹുവിന്റെ തിരുനോട്ടത്തിൽ നിന്നും നീങ്ങിപ്പോകുന്നവരാകും, നിന്ദ്യമായ അവസ്ഥയുണ്ടാവും. 2, ഇബാദത്തുകളിൽ നിന്നുള്ള മഹ്റൂമിയത്തുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എല്ലാം നമ്മളുടേതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ നമ്മളുടേതാണ്, മദ്രസയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകൾ നമ്മളുടേതാണ്, ഖാൻഗാഹുകളുമായി ബന്ധപ്പെട്ട ദീനിന്റെ പരിശ്രമങ്ങൾ അത് നമ്മളുടേതാണ്, തബ്ലീഗ് ദഅവത്തുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ അമല് അത് നമ്മളുടേതാണ്. എല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നവരാകണം. ഏതെങ്കിലും ഒന്ന് നമ്മളുടേത്, മറ്റൊന്നും നമ്മളുടേതല്ല, അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല എന്ന മാനസികാവസ്ഥ ഒരു കാരണവശാലും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായി. മഹാനവറുകളുടെ വേദനയോടുകൂടി നമ്മൾ അറിയിച്ച കാര്യം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മദീന മുനവറയിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ തർജ്ജമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദ് നബവിയിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ തർജ്ജമ. അപ്പോ ഒരാൾ വന്നു, മഹാനവറുകളോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനസ്സിലാകാൻ വേണ്ടി ഞാനത് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിനയത്തോടെ അദ്ദേഹത്തെ അറിയിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പൊ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവരെന്താണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, വളരെ പരിതാപകരമായ ഒരവസ്ഥയാണോ ഇത് ആണല്ലോ എന്ന ചിന്ത മഹാനവറുകളിലുണ്ടായി. അപ്പൊ ഇതാണ്, ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. എല്ലാം അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി, ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനാൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനെയും നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള, എല്ലാത്തിനെയും നമ്മൾക്ക് ആവഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായും ഉണ്ടായില്ല എങ്കിൽ ഭയങ്കരമായ കുഴപ്പങ്ങൾ, ഭയങ്കരമായ നാശങ്ങൾ, മഹ്റൂമിയത്ത്, ദില്ലത്ത് അതുവഴി ഉണ്ടാകുന്നതിന് കാരണമായിത്തീരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അൽ-ആഖിലു തക്ഫീഹിൽ ഇഷാറ എന്ന നിലയിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി. മഹാനവറുകൾ അദ്ദേഹത്തിന് സ്വന്തം അനുഭവം പറയുകയാണ്. മഹാനായ ഉമർ പാലപ്പുഴ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ ദുആയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാനൊരു ആലിമാകണം, ഞാനൊരു മുദരിസാകണം, ഞാനൊരു ഖുർആൻ തർജ്ജമ ചെയ്യുന്ന ആളാകണം, സുഫിയാക്കളുമായി ബന്ധമുള്ള ആളാകണം, ഞാനൊരു ദായിയാകണം, മുബല്ലിഗാകണം, ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാം ഈ ദുആ അക്ഷരാർത്ഥത്തിൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോൾ മഹാന്മാരായ ആളുകളുടെ വീക്ഷണം ഇതായിരുന്നു, എല്ലാം നമ്മളുടേതാണ്, എല്ലാമായി നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ടാകണം, എനിക്കുണ്ടാകണം, എന്റെ പരമ്പരകൾക്കുണ്ടാവണം. ഈ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അത് മാറി. ആർക്ക് എന്ത് അവര് ബന്ധപ്പെടുന്നോ അത് മാത്രമാണ് ദീനിന്റെ ശോഭയെന്നും അത് മാത്രമാണ് ദീനിന്റെ പരിശ്രമമെന്നും അതല്ലാത്തതൊന്നും ഇതുമായി ബന്ധമില്ലാത്തതാണ് നമ്മളുടെ മാനസികാവസ്ഥ തീർച്ചയായും മഹ്റൂമിയത്തിലേക്ക്, ജില്ലത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഹാനവറുകൾ ഈ ഗ്രന്ഥം എഴുതിയതിനു ശേഷം അത് പലർക്കും അയച്ചു കൊടുത്ത് ഈ നിലയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി, ഉമ്മത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി,
പല രാജ്യങ്ങൾ നമ്മളുടെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ദീനി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ ഈ ഗ്രന്ഥങ്ങൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കുകയുണ്ടായി. അസ്വസ്ഥമാക്കിയത് എന്താണ്? മനുഷ്യരുടെ മാനസികാവസ്ഥ ഈ നിലയിലായാൽ ഏതെല്ലാം നിലയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകാനിരിക്കുന്നത് എന്ന ആ ദീർഘവീക്ഷണം, ആ ചിന്ത, അതാണ് ഈ നിലയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ വളരെ കൂടുതൽ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനിന്റെ ഒരു ശാഖയെയും ദീനിന്റെ ഒരു ശുറബയെയും നമ്മൾ അവമതിക്കാൻ പാടില്ല. അതിന് അങ്ങേയറ്റത്തെ കതിർ നൽകണം, സ്ഥാനം നൽകണം. അതെല്ലാം നമ്മളുടേതാണെന്നുള്ള മാനസികാവസ്ഥയോടുകൂടി അതിനെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും നമ്മളുടെ പ്രവർത്തനം എന്തായിരുന്നാലും ശരി എല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്ന ബോധം നമ്മളെല്ലാവരും പരിപൂർണമായി പുലർത്തണം. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ. എല്ലാവർക്കും അവനവൻ പ്രവർത്തിച്ചത് കിട്ടും, അവന്റെ പ്രവർത്തനത്തെ എല്ലാവരും നാളെ കാണുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കണം. മനസ്സിന്റെ പരിശുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹുവിന്റെ അരികിൽ സാമീപ്യം ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മവിശുദ്ധിയിലേക്ക് ഏറ്റവും ബാഹ്യമായ അർഹതയുണ്ടായിരുന്ന അബൂജഹലിനെയും കൂട്ടരെയും വിളിച്ചു. പക്ഷെ അവർ തയ്യാറായില്ല, സ്വീകരിച്ചില്ല. പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു, പൊന്നുപോലെ ഓടി വന്നു, വളരെ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ആഖിറത്തിൽ ഏറ്റവും ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കും. അതിനുശേഷം എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കും, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കും. ബഖീയിൽ നിന്നും അതിനുശേഷം സഹാബാക്കൾ എഴുന്നേൽക്കും, പിന്നീട് മുഅല്ലയിൽ നിന്നും എഴുന്നേൽക്കും. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വളരെ ദൂരത്താണ് അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞു, ബിലാലെ, നീ എവിടെയായിരുന്നാലും ഭൂമി നിന്നെ ഉന്തിത്തള്ളി കൊണ്ടുവന്ന് എന്റെ കാലിന്റെ ഭാഗത്ത് നിന്നും നീ എഴുന്നേൽക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിലേക്ക് കടക്കുന്നതായ സമയത്ത് ഞാൻ സ്വർഗത്തിൽ കടക്കും, ഉയർന്ന വാഹനത്തിലായിരിക്കും ഞാൻ കടക്കുന്നത്. വാതിൽ മുട്ടും, സ്വർഗം തുറക്കപ്പെടും. ആരാണെന്ന് ചോദിക്കപ്പെടും. ഞാൻ പറയും, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബാണ്. വാതിൽ തുറക്കപ്പെടും. ഞാൻ സ്വർഗത്തിലേക്ക് കയറുന്നതായ സമയത്ത് അതിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് നീ ആയിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന വാഹനത്തിൽ നാളെ ആഖിറത്തിൽ യാത്ര ചെയ്യുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ ഉയർന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. മനസ്സ് വിശുദ്ധമാക്കുന്നതായ സമയത്ത് അള്ളാഹു കൊടുക്കുന്ന മഹത്വം, അള്ളാഹു കൊടുത്തിരിക്കുന്ന ഔന്നിത്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ പരിശുദ്ധമാക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ കാണുന്നതായ ഒരു കാര്യം തുറന്നു പറയുകയാണ്. ഈ പ്രദേശങ്ങളിൽ വല്ലാത്ത ഗഫലത്ത്, വിസ്മൃതി കാണുന്നു, മറവി കാണുന്നു, അലസത കാണുന്നു. ഒന്നിനും ഒരു വലിയൊരു ഉന്മേഷമോ അല്ലെങ്കിൽ വലിയൊരു പ്രകാശമോ ആത്മാവോ കാണുന്നില്ല. ഇത് ഈ നാട്ടിന്റെ ഒരു പ്രത്യേക അവസ്ഥ. ഞാൻ വാപ്പയുടെ കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നാൽ അന്നൊരു കൊച്ചു പയ്യനായിരുന്നു. അള്ളാഹു തആല വീണ്ടും എന്നെ എത്തിക്കുകയുണ്ടായി. ഞാൻ തുറന്നു പറയുകയാണ്, ഈ നാട്ടിൽ ഈ ഒരു അശ്രദ്ധയുടെ ഗഫലത്തിന്റെ അവസ്ഥ കാണുന്നു. പക്ഷെ നമ്മൾ പേടിക്കേണ്ടതിൽ ഇതിന്റെ പരിഹാരം അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അതിന്റെ പരിഹാരം തസ്കിയത്താണ്, മനസ്സിന്റെ വിശുദ്ധിയാണ്.
അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്, ദിക്റിന്റെ ആധിക്യമാണ്. ഇതിലൂടെ ഇൻഷാ അള്ളാഹ് ഈ ഗഫലത്ത് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഇത് കൂടി വലിയ അപകടത്തിലെത്തും. അതിന്റെ ഉയർന്ന മാർഗമാണ് മഹാന്മാർ കാണിച്ചു തരുന്ന തസ്കിയത്തിന് അനുഗ്രഹീതമായ മാർഗം. പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് ഫലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഓരോരുത്തരുടെയും പരിശ്രമം അള്ളാഹു കാണും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ നിലയിൽ നമ്മൾക്ക് അള്ളാഹു നൽകിയ സലാഹിയത്തിനുള്ള യോഗ്യതകൾ, കഴിവുകളെ ശരിയായ നിലയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. പരിശ്രമമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അതിന്റെ ഫലം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. പരിശ്രമിച്ചു അബൂജഹലിന്റെ കഥ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഒന്നുമല്ലാത്ത ബിലാൽ റളിയല്ലാഹുവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മഹത്വങ്ങൾ, സ്ഥാനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളിൽ ഓരോ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളുടെ രോഗങ്ങൾ അള്ളാഹു തആല മനസ്സിലാക്കി കൊടുക്കും. ഓരോ സാഹചര്യത്തിൽ അള്ളാഹുവിന് നമ്മളോട് ചെയ്യുന്ന കരുണയാണ്. മഹാൻ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് മനസ്സിലായത് നമ്മൾ ഗഫലത്തിലാണ്. അതെന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വളരെ ബോധ്യപ്പെട്ടാണ്. ഇൽമ് ധാരാളം നമ്മൾക്കുണ്ട്. പക്ഷേ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു ഇൽമ് തന്നെ നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകാൻ പാടില്ലാത്ത അശ്രദ്ധ വളരെ വ്യാപകമായ നിലയിൽ കാണുന്നു. ഗഫലത്ത് ഉണ്ടാകരുത്. അതിന്റെ ഭവിഷ്യത്തുകൾ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ധാരാളം അള്ളാഹു പറയുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കിയ രോഗങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും അതിന് പരിഹാരമായി അവർ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇല്ലല്ലാ ഇല്ലല്ലാ, അള്ളാഹുവിന്റെ ദിക്റാണ്. അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ടാണ് നമ്മളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശമുണ്ടാകുന്നതും ഹൃദയങ്ങൾക്ക് സജീവത ഉണ്ടാകുന്നതും ആ അശ്രദ്ധ മാറി നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നതുമൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ അതിനുള്ള പരിഹാരമായി ഒന്നിനും പരിഹാരമില്ലാതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പരിശ്രമിച്ചിട്ട് എന്ത് പ്രതിഫലം? ഞാൻ പരിശ്രമിക്കുന്നതിന്റെ ഫലങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഈ നിലയിലുള്ള ഒരു മായൂസിയായ അവസ്ഥ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദീനിന്റെ ഇൽമ നൽകപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രതിഫലനങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. പരിശ്രമമാണ് നമ്മളുടെ ജോലി. അതുകൊണ്ട് നമ്മൾ ആത്മവിശുദ്ധി ഉണ്ടാക്കി, ആത്മീയമായ പ്രകാശമുണ്ടാക്കി, വലിയ നിലയിലുള്ള ശക്തി ഈ നിലയിൽ സംഭരിച്ച് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് എന്നതിന്റെ പ്രകടമായ തെളിവുകൾക്ക് വേണ്ടിയാണ് ഒരു ഭാഗത്ത് അബൂജഹലിന്റെ സംഭവം പറഞ്ഞു, മറുഭാഗത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു തആലയെ അള്ളാഹു തആല നൽകിയ സ്ഥാനം, അള്ളാഹു തആല നൽകിയ മഹത്വം നമ്മളുടെ മുമ്പിൽ മഹാനവർ വിവരിക്കുകയുണ്ടായി. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ബാങ്ക് കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ബാങ്ക് കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. ആ ബാങ്ക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ശബ്ദം പുറത്തേക്ക് വന്നില്ല. അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വേറൊരാൾ ആ ബാങ്ക് പൂർത്തിയാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി ബിലാൽ റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്ക് മദീന മുനവറയിൽ താമസിക്കാൻ കഴിയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ ബന്ധം, ആ സ്നേഹം, അത് കാരണമായി തങ്ങളില്ലാത്ത മദീനയിൽ എനിക്ക് താമസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും യുദ്ധത്തിന് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ, മറ്റേതെങ്കിലും ദീനീ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ മദീനയിൽ നിന്നും വെളിയിലേക്ക് തന്നെ അയക്കണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള അപേക്ഷപ്രകാരം അദ്ദേഹത്തെ ദിമഷ്കിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അയക്കുകയുണ്ടായി. അദ്ദേഹം ദിമഷ്കിലേക്ക്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എന്തൊരു അക്രമമാണ് ബിലാൽ നീ ചെയ്യുന്നത്? और कहो उस वक्त में 1,00,000 सहाबा नक्ल हरकत में थे, किसी के ख्वाब में हुजूर नहीं आए, बिलाल के ख्वाब में आए. 1,00,000-ഓളം സഹാബാക്കൾ ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് മദീന മുനവറയുടെ പുറത്തായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഈ 1,00,000 സഹാബാക്കളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കുടുംബവുമായി ദിമഷ്കിൽ താമസിക്കുകയാണ്, ഷാമിൽ താമസിക്കുകയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് തങ്ങൾ ഈ നിലയിൽ സംഭാഷണം നടത്തിയതിനു ശേഷം ഒരു നിമിഷം പോലും ആ ദിമഷ്കിൽ താമസിക്കാൻ അദ്ദേഹത്തിന് മനസ്സനുവദിച്ചില്ല.
ഏതാണ്ട് 1200 കിലോമീറ്ററോളം മദീന മുനവറയിൽ നിന്ന് ദിമഷ്കിലേക്കുണ്ട്. ഉടനെ കുടുംബത്തോട് അനുവാദം വാങ്ങി അദ്ദേഹം മദീന മുനവറയിലേക്ക് യാത്ര തിരിച്ചു. മദീനയുടെ അതിർത്തിയെത്തി അദ്ദേഹം മദീനയിലേക്ക് പ്രവേശിക്കുന്നത് ഇതാ ഗുലാം വന്നു, അടിമ വന്നു, ഫക്കീർ വന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം അങ്ങയുടെ അടിമ അങ്ങയുടെ മുമ്പിൽ ഹാജരായിരിക്കുകയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ സ്വയബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇതൊരു സ്വപ്നമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവറയിൽ ജീവിച്ചിരിക്കുകയാണ്. ആ മദീന മുനവറയിൽ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ചിന്തയോടുകൂടിയാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് പോയി നോക്കി തങ്ങളുടെ മുറിയിൽ പ്രവേശിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. ആ സ്ഥാനത്ത് തങ്ങളുടെ മസാറാണുള്ളത്, ഖബർ ഷരീഫാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് പരിസരബോധം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. തങ്ങളില്ലാത്ത മദീനയിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ദിമഷ്കിലേക്ക് പോയത്. തങ്ങളുടെ സ്വപ്നപ്രകാരമാണ് ഞാൻ തിരിച്ചു വന്നത്. തങ്ങൾ ഈ ഖബറിലാണുള്ളത്. ആ ഖബറിനെ കെട്ടിക്കൊണ്ടെന്ന് അദ്ദേഹം കിടന്നു. ജനങ്ങൾക്ക് മനസ്സിലായി മദീന മുനവറയിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ ശബ്ദം കേൾക്കാൻ ജനങ്ങൾക്ക് വളരെ ആവേശമായി. ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, തങ്ങൾ പറയണം ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ, ആ ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. കാരണം മദീന വിട്ടു പോകുമ്പോൾ ഈ മദീന മുനവറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ ഞാൻ ഒരിക്കലും ബാങ്ക് കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് പറയാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ പോയി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്ത്രീകളെ ജനങ്ങൾ പറഞ്ഞു വിട്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല, ഞാൻ അദ്ദേഹത്തോട് കത്തെഴുതാം. കത്തെഴുതുന്നതിനിടയിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കൾ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായോട് ജനങ്ങൾ അപേക്ഷ സമർപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊന്ന് ബാങ്ക് വിളിക്കാൻ പറയണം. അവർ പോയി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്, സത്യം ചെയ്തിരിക്കുകയാണ്, ബാങ്ക് വിളിക്കുകയില്ല എന്ന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ മക്കളുടെ അപേക്ഷ തള്ളാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സത്യത്തെ ഞാൻ പൊളിക്കുകയാണ്, അതിന് കഫാറ കൊടുക്കുകയാണ്, ഞാൻ ബാങ്ക് വിളിക്കാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചു. അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കരഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ലഫ്ളുകളും ഓരോ പദങ്ങളും ഉച്ചരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരുന്നു. ജനങ്ങൾ മദീനയിൽ ഒഴുകിയെത്തി മസ്ജിദ് നബവിയിലേക്ക്. പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മദീന മുനവറയിലേക്ക് ഓടിയെത്തുകയുണ്ടായി. എല്ലാവരും ഓടിയെത്തി കൂട്ടക്കരച്ചിലായി. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നാട്ടിൽ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ദിമഷ്കിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ദിമഷ്കിലേക്ക് തിരിച്ചുപോയി. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന മഹബത്ത്, അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം എത്രമാത്രമായിരുന്നു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. ദിമഷ്ക് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ജനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ബിലാൽ റളിയല്ലാഹു ജനങ്ങൾ പോയി പറഞ്ഞു നിങ്ങൾ ബാങ്ക് വിളിക്കണമെന്ന്. അദ്ദേഹം അതിന് തയ്യാറായില്ല. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ജനങ്ങൾ വന്ന് അപേക്ഷ വെച്ചു, അദ്ദേഹത്തിന്റെ ബാങ്ക് ഞങ്ങൾക്ക് കേൾക്കണം. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഈ ദിവസത്തിൽ ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയണം. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ആവേശം കണക്കിലെടുത്തുകൊണ്ട് വന്നു നോക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹു കാലുകൊണ്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, നീ ബാങ്ക് കൊടുക്ക്. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പനയാണ്, അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയാണ്, നിരസിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ബാങ്ക് വിളിക്കാൻ തുടങ്ങി. മഹാനവറുകൾ പറയാണ്, ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് ആ മസ്ജിദുൽ അഖ്സ ഒരിക്കലും കാണാത്ത നിലയിലുള്ള കണ്ണുനീർ കൊണ്ട് നനഞ്ഞ് കുതിരുകയുണ്ടായി. ജനങ്ങളുടെ കരച്ചിൽ കാരണമായിട്ട്, ജനങ്ങളുടെ അലമുറ കാരണമായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന് മുമ്പിൽ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ചുരുക്കത്തിൽ നമ്മളോട് പറയുന്നതിന്റെ താല്പര്യം, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ഇടയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമം, ആ പരിശ്രമത്തിന്റെ പ്രതിഫലനങ്ങൾ, ആ പരിശ്രമത്തിന്റെ ബാക്കി പത്രങ്ങൾ
ആ പരിശ്രമം വഴി ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, തങ്ങളോടുള്ള ഇഷ്ടം, തങ്ങളോടുള്ള മഹബത്ത്, തങ്ങളോടുള്ള ഇഷ്ക്, ഈ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഈ നിലയിൽ നമ്മൾ നെഞ്ചിലേറ്റണം. ഇന്ന് നമ്മളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. പക്ഷേ തങ്ങളുടെ കർമ്മ പദ്ധതികൾ, തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീൻ, തങ്ങളുടെ ഏറ്റവും അമൂല്യമായ ജീവിത മാതൃക ഇത് നമ്മളുടെ മുമ്പിലുണ്ട്. തങ്ങളോടുള്ള സ്നേഹം നെഞ്ചിലേറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിനെ നെഞ്ചിലേറ്റി ഈ നിലയിലുള്ള മഹബത്ത് നമ്മളിൽ ഉണ്ടാക്കി തീർത്ത് ലോകത്ത് മുഴുവൻ, കേരളത്തിൽ മുഴുവൻ നമ്മളുടെ ഈ മഹബത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതാണ് നമ്മളുടെ വിജയത്തിന്റെ, നമ്മളുടെ പ്രശ്നപരിഹാരങ്ങളുടെ കാതലായ പാകമെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ നിലയിലുള്ള മഹബത്ത്, ഈ നിലയിലുള്ള ഇഷ്ക്, ഈ നിലയിലുള്ള പ്രേമം, സ്നേഹം, അതിരുകളില്ലാത്ത ഈ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കുകയും നമ്മൾ ലോകത്ത് അതുണ്ടാക്കി, നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ചും അതുണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് വളരെ ഗൗരവമായ നിലയിൽ മഹാനവറുകൾ നമ്മളോട് വസിയത്ത് ചെയ്യുകയാണ്.